പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈശോയെ, ഈ നിമിഷം തന്നെ ഇത് കേൾക്കുന്ന മക്കളെ ഒന്ന് സ്പർശിക്കണമേ കർത്താവ്, ഒന്ന് തൊടണേ കർത്താവേ, ഈശോയുടെ തിരക്കത്താൽ ഒന്ന് കഴുകണമേ കർത്താവേ. യേശുവേ, നന്ദി നന്ദി നന്ദി. ഹാലേലിയ 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 ഹാലേലിയ. മക്കളെ, ഇന്ന് ബുധനാഴ്ച നമുക്ക് നീതിമാനായ ഔസേപിതാവിൻ്റെ മാധ്യസ്ഥ നമുക്ക് യാചിക്കാം. സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഒരു കുടുംബം, 2 മക്കളുണ്ട്. അന്യ സ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ഒരു മകനാണ്. 2008-9 എന്തോ ആ സമയത്താട്ടേ തോന്നുന്നു. അത് വരുമ്പോൾ എയ്ഡ്സ് രോഗമാണ് മക്കളെ, എയ്ഡ്സ് രോഗം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ബോധ്യം എന്ന് പറയുന്നത്, എൻ്റെ വിശ്വാസം, എൻ്റെ ധൈര്യം, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. എൻ്റെ ദൈവത്തിന് അസാധ്യമായി, എൻ്റെ ദൈവത്തിന് ഒന്നുമില്ല അസാധ്യമായിട്ട്, എല്ലാം സാധ്യമാണ്. വരുന്ന നിങ്ങൾക്കും ആ വിശ്വാസം വേണം. ആര് പ്രാർത്ഥന സഹായി ആവശ്യപ്പെടുന്നുവോ, ആര് ധ്യാനത്തിലേക്ക് കടന്നു വരുന്നുവോ, ആ ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച് നിന്റെ കാൽപാദം ആ വിശുദ്ധിയുള്ള മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ സംശയക്കണ്ണ് വേണ്ട, പ്രത്യാശയോടെ വരിക, പ്രത്യാശയോടെ കാലെടുത്ത് വയ്ക്കുക. എനിക്ക് സൗഖ്യം തരുന്ന ദൈവത്തിൻ്റെ മണ്ണാണ് ഇത്. ബഥേലിലേക്ക് വന്നേക്കണം, ദൈവത്തിൻ്റെ വീട്ടിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഹല്ലേലൂയ. ആ ഒരു മനോഭാവമായിരിക്കണം. അങ്ങനെ ബ്രദർ പ്രാർത്ഥിച്ചു. ഈശോ കാണിച്ചു തന്നു, നിങ്ങൾ കർത്താവ് സൗഖ്യപ്പെടുത്തുമെന്ന്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അങ്ങനെ ആ മനുഷ്യൻ ധ്യാനം കഴിഞ്ഞ് പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ രോഗം മാറിയിട്ടില്ലായിരുന്നു. ഓക്കെ, ദൈവം പറഞ്ഞിരിക്കുന്നു അവനെ ഞാൻ സുഖപ്പെടുത്തുമെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മക്കളെ, എന്തെങ്കിലും ഒരു ചാൻസ് അവിടെ ദൈവം ഉണ്ടായിരിക്കും അല്ലേ? ഞാൻ ഉപേക്ഷിക്കേണ്ട പാപം, ഞാൻ ഉപേക്ഷിക്കേണ്ട തിന്മ, ഞാൻ മാറ്റം വരുത്തേണ്ട മേഖലകൾ അവിടെ ഉണ്ടാകാം. പ്രാർത്ഥിച്ച് അത്ഭുതം എന്ന് പറയട്ടെ മെസ്സേജ് അദ്ദേഹത്തിൻ്റെ. അത് മാറ്റം വരുത്തേണ്ട പാവങ്ങൾ അദ്ദേഹം മാറ്റം വരുത്തി. ചെയ്യേണ്ടത് അതാണല്ലോ യാക്കോസ്ലീഹ പറയുന്നത്, ചെയ്യേണ്ട നന്മകൾ ഏതാണെന്ന് അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതാണ് പാപമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ സ്നേഹമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ റിസൾട്ട് കിട്ടി. ആദ്യം രോഗമൊന്നും മാറില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. എയ്ഡ്സ് രോഗം അങ്ങനെ തന്നെ ഉണ്ടെന്ന്. ആ എയ്ഡ്സ് രോഗം മാറിയിട്ടില്ല എന്ന്. ധ്യാനം കഴിഞ്ഞിട്ട് മാറുമെന്ന് പറഞ്ഞു, മാറിയെന്ന് പറഞ്ഞു, പോയി നോക്കാൻ പറഞ്ഞു. നിങ്ങൾ കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ മാറിയിട്ടില്ല. കർത്താവ് സുഖപ്പെടുത്തും എന്നുള്ള പറഞ്ഞു, പിന്നെന്താ മാറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞേക്കണത്, പിന്നെന്താ ഇങ്ങനെ വന്നേ? അപ്പോൾ മാറ്റം വരുത്തേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം മാറ്റങ്ങൾ വരുത്തി. പിന്നെ പോയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ രോഗമില്ല. ആരാധന 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 ആരാധന. രോഗികളായ എല്ലാവരും സുഖപ്പെടുത്തണമേ കർത്താവേ. അനുദപിക്കും മക്കളെ. നിങ്ങൾ ജൂലൈ 3 ധ്യാനത്തിലേക്ക് വാ മക്കളെ, നിങ്ങൾ ഒന്നുകൊണ്ട് മടിക്കണ്ട. തടസ്സങ്ങളെല്ലാം മാറും. ആയിരങ്ങൾ, ഒരു കൊച്ചു പറഞ്ഞില്ലേ, ജന്മന നടക്കാത്തൊരു പറഞ്ഞില്ലേ, അവിടെ 38 വർഷം നടക്കാത്തൊരു മോള് നടന്നു കാണിക്കുന്ന യൂട്യൂബിലുണ്ട്. ബഥേൽ മേരി റിട്രീറ്റ്, ഈ യൂട്യൂബിൽ തന്നെ ഉണ്ട്. ആൾ നടക്കണത് ജന്മന നടക്കാത്ത ആ കൊച്ചിൻ്റെ സാക്ഷിതാണ്. ധ്യാനത്തിന് വരാതിരിക്കാൻ ആയിരങ്ങൾ തടസ്സങ്ങൾ, 1000 കാര്യങ്ങളാണ് തടസ്സമായിട്ട് നിന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം ദൈവം ആ കൊച്ചിനെ അവിടെ കൊണ്ടുവന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ പ്രതിസന്ധികൾ നിങ്ങൾക്ക് കാണാം, തടസ്സങ്ങൾ കാണും, സൗകര്യങ്ങൾ, ലീവ് കിട്ടില്ല. ലീവ് തരുന്നവൻ ദൈവമല്ലേ? നീ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചോ? സാമ്പത്തിക മേഖല നിനക്ക് പൈസ വേണമല്ലോ വരണമെങ്കിൽ, അതിന് നീ ദൈവത്തോട് പ്രാർത്ഥിച്ചോ? വരാൻ്റെ മടി മാറാൻ വേണ്ടി നീ ദൈവത്തോട് പ്രാർത്ഥിച്ചോ? നീ ദൈവത്തിന് മുമ്പിൽ നോക്ക്. സങ്കീർത്തനം 34:5 അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായെങ്കിൽ. മോളെ, നീ ഈശോയുടെ മുഖത്തേക്ക് നോക്കി, പരിശുദ്ധ അമ്മയുടെ മുഖത്തിലേക്ക് നോക്കിക്ക്. കുറച്ച് നേരം നീ അവിടെ ഇരുന്ന് നോക്കിയേക്കെ. നിന്നെ നയിക്കുന്ന കർത്താവ്, നിന്നെ സ്പർശിക്കുന്ന കർത്താവ്, നിന്നെ തൊടുന്ന കർത്താവ്, നിന്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നൽകുന്ന കർത്താവ് നിന്നെയും നിന്റെ കുടുംബത്തെയും വാരിക്കോരി ബഥേൽ മണ്ണിലേക്ക്, മാതാവിൻ്റെ മണ്ണിലേക്ക് കൊണ്ടുവരും. ആമേൻ ആമേൻ ആമേൻ. തടസ്സങ്ങൾ മാറാൻ, ബന്ധനങ്ങൾ അഴിയാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ, വിശ്വാസത്തോടെ സ്തുതിക്കുക. ദൈവം നിന്നെ സ്പർശിക്കാൻ ബെമ്പല കൊള്ളിയാണ്. എനിക്ക് രോഗസൗഖ്യം മേടിച്ചു തരാൻ ദൈവത്തിൻ്റെ മകനായ ഭാവിയായ എനിക്കും ബെമ്പല കൊള്ളിയാണ്. സുഖപ്പെടുത്തി തരാൻ
ആമേൻ, 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 ആമേൻ. നീ ഏത് രോഗിയായിക്കൊള്ളട്ടെ, ഒരു ഹസ്ബൻഡിന് എയ്ഡ്സ് രോഗം, ഹസ്ബൻഡിന് എയ്ഡ്സ് രോഗമായപ്പോൾ ഒരു പാവി, ഒരു വിശുദ്ധിയാണ് ആ സഹോദരി, ഒരു വിശുദ്ധിയായ ഒരു സഹോദരിക്ക് വന്നു. അതങ്ങനെയല്ല, ആ ടൈപ്പ് അല്ല എന്ന് പറയുന്നു. എന്ത് ടൈപ്പായാലും സ്നേഹമുള്ളവരെ, അദ്ദേഹത്തിന് അത് തന്നെയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ധ്യാനം കഴിഞ്ഞ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അത് മെഡിക്കലൊക്കെ എടുക്കണ സമയത്ത് രോഗം കാണിക്കുന്നു, ഒരു രക്ഷയില്ല. പക്ഷേ നമ്മുടെ ധ്യാനത്തിൽ വരുന്നു, ധ്യാനം കൂടി, അത്ഭുതം എന്ന് പറയട്ടെ, പിന്നെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഹസ്ബൻഡിൽ നിന്ന് കിട്ടിയ രോഗമില്ല. ഹല്ലേലൂയ. ഇത് കണ്ട് ആ രോഗിയാണെങ്കിൽ ധ്യാനമൊന്നും കൂടാത്തൊരു മനുഷ്യരാണ്, ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം വന്നിട്ട് പോയി ടെസ്റ്റ് ചെയ്തിട്ട് രോഗം മാറിയിട്ടുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഞാനായിക്കോട്ടെ, നീ ആയിക്കൊള്ളട്ടെ, ആരായിക്കൊള്ളട്ടെ, ഞാൻ മാറ്റേണ്ട പാപം, ഞാൻ മാറ്റേണ്ട തിന്മകൾ, ഞാൻ മാറ്റി ചിന്തിക്കേണ്ട ചില തിന്മയുടെ ചിന്തകൾ, എൻ്റെ പ്രവർത്തനങ്ങൾ, അവിടെ ഞാൻ മാറ്റം വരുത്തുമ്പോൾ, അതല്ലേ പകുതി ദൈവം പകുതി നമ്മൾ. ഈശോ പറഞ്ഞില്ലേ, ആരോടാ പറഞ്ഞേ? അതായത് ലാസർ മരിച്ച് ചീഞ്ഞളഞ്ഞ ലാസർ കല്ലറ തുറക്കണ്ടേ, ആ സൗകര്യം കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞു. കല്ലെടുത്ത് മാറ്റി, 4 ദിവസം ദുർഗന്ധം ഉണ്ടാവും, കല്ലെടുത്ത് മാറ്റി, അത്ഭുതം നീ ഇപ്പം നടക്കുമെന്ന് പറഞ്ഞു. ആ കല്ലെടുത്ത് മാറ്റി സൗഖ്യം. അപ്പം ഞാൻ മാറ്റണം, നീ ചെയ്യേണ്ടത് നീ ചെയ്യുക. അത്ഭുതം, വണ്ടി വിളിച്ചു വരും, ദൈവം നിന്നെ സൗഖ്യപ്പെടുത്താൻ കാത്തിരിക്കുകയാണ്. വാ, ജൂലൈ 3 വാ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവം സമൃദ്ധിയായി നിന്നെ അനുഗ്രഹിക്കട്ടെ, എല്ലാ രോഗികളെ അനുഗ്രഹിക്കട്ടെ, കഷ്ടത അനുഭവിക്കുന്നവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.